ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വാവ് ആഘോഷത്തിൻ്റെ സാമ്പാറാണ്. അതിലേക്ക് ഞാൻ 250 സാമ്പാറിൻ്റെ പരിപ്പ്, തോരൻ പരിപ്പ്, പിന്നെ 2 തക്കാളി, വലിയൊരു സവാള, പിന്നെ കുറച്ച് അമരപ്പയർ, പച്ചമുളക്. ഇത് ഞാൻ കുക്കറിലോട്ട് അടുപ്പിൽ വെച്ചൊന്ന് കുറച്ച് ഉപ്പും ഇട്ട് വേവിക്കുകയാണ്. അപ്പോൾ എളുപ്പം വേവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വയ്ക്കണത്. എടുത്തിട്ട് പിന്നെ പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ പച്ചക്കറിയെല്ലാം പാത്രത്തിൽ തന്നെയാണ് വേവിക്കുന്നത്. അപ്പം നമുക്കത് പരിപ്പൊന്ന് വേവിക്കാനായിട്ട് പരിപ്പ് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വേകുമ്പോഴത്തേക്കും നമുക്ക് പച്ചക്കറി അരിഞ്ഞ് തയ്യാറാക്കാം. അപ്പോൾ പച്ചക്കറികൾ നമുക്കൊന്ന് അരിഞ്ഞ് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം അതായത് നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ അതിൽ ഈ കലത്തിലോട്ട് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ട് ഉടച്ച് ഇതിലോട്ട് മാറ്റി കൊടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈ കലത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഞാൻ ടൊമാറ്റോ ഇടണമെന്ന് വെച്ചാൽ ഇവിടെ പുളി ചേർക്കില്ല, പുളി ഞങ്ങൾ ചേർക്കത്തില്ല. ഇതിന് വേണ്ടിയിട്ടാണ് 2 ടൊമാറ്റോ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തു, 2 ടീസ്പൂണാണ്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, 1/2 ടീസ്പൂണ് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കട്ടക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. അത് സാമ്പാറിന് കട്ടക്കായാണ് നല്ലത്. അപ്പം ഞാൻ എൽ ജി കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തു. ഞാൻ നേരത്തെ തന്നെ പരിപ്പിൽ ഉപ്പിട്ട് വെച്ചായിരുന്നു. കാരണം പരിപ്പ് കുക്കറിൽ വെക്കുമ്പോൾ തിളച്ച് പൊങ്ങാതിരിക്കാനാണ് നമ്മൾ ഉപ്പിടുന്നത്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താലും തിളച്ച് പൊങ്ങും. അപ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ തിളച്ച് പൊങ്ങൂല. അതിനാണ് അങ്ങനെ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. ഇത് നമ്മളെ തിരുവനന്തപുരം സാമ്പാറാണ്. അപ്പം ഇനി ഞാൻ അടുത്ത ഒരു സാമ്പാറായിട്ട് വരും, ചെങ്ങന്നൂർ സാമ്പാർ. അതിലെന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളൊന്നും വെന്തുടയാൻ പാടില്ല. അതാണ് ചെങ്ങന്നൂർക്കാരുടെ ഒരു പ്രത്യേകത. അപ്പം നമുക്ക് ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് അടുപ്പത്തോട്ട് ഞാൻ അടുപ്പത്തോട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പിൽ ഇരിപ്പുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വേവണം പച്ചക്കറി. ഇതിൽ ഞാൻ വെണ്ടയ്ക്ക ഇപ്പം ചേർത്തിട്ടില്ല, വെണ്ടയ്ക്ക ഒടുക്കേ ചേർക്കുള്ളൂ. കാരണം ഇപ്പോഴേ ചേർത്താൽ വെണ്ടയ്ക്ക പിരിന്നു പോകും. വെണ്ടയ്ക്ക ഇങ്ങ് കലങ്ങിപ്പോയാൽ കൊള്ളത്തില്ല, ഭയങ്കര കൊഴുപ്പായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ വെന്ത് നമുക്കൊത്തിരി നമ്മുടെ സാമ്പാറിന് ഒത്തിരി കട്ടിയാണേ. അപ്പം ഇവിടെ കട്ടിയായിട്ട് തന്നെ വേണം സാമ്പാർ. അപ്പോൾ ഇത് വേവട്ടെ നന്നായിട്ട്. അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ സാമ്പാർ ബന്ധുകൊണ്ടിരിക്കണം. നമുക്കതൊന്ന് തുറന്നു നോക്കാം. സാമ്പാർ നല്ല കളറൊക്കെ വന്ന് അങ്ങോട്ട് നല്ല വേകാനായിട്ടുണ്ട്. നമ്മൾ സാമ്പാർ കുറച്ചുകൂടെ കഷ്ണങ്ങളെല്ലാം വേകാനുണ്ട്. നന്നായിട്ട് വേകട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സാമ്പാർ വെന്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് നമുക്ക് ഇനി വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിരുന്ന 2 എണ്ണം അത് നമുക്ക് ഇട്ട് കൊടുക്കാം. സാമ്പാറിൻ്റെ കായത്തിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. കട്ടക്കായ ഇട്ടാലേ നല്ല സ്മെല്ല് കിട്ടുള്ളൂ. അതിനാണ് കട്ടക്കായ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടെ വേവട്ടെ. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ കുറച്ച് താമസിച്ചാണ് ഇടുന്നത്. കുറേ മലക്കറി വെന്തതിന് ശേഷം ഇടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക കലങ്ങിപ്പോയാൽ കൊള്ളത്തില്ല, അതാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നും കട്ടിയാവും. അപ്പോൾ ഇവിടെ കട്ടി വേണം, അങ്ങനെയാണ് സാമ്പാർ വയ്ക്കൽ. അപ്പം നമുക്കിന്ന് ശരിക്കും പറഞ്ഞാൽ വാവൊന്നുമില്ല, എങ്കിലും ഒരു കറി വേണം. അപ്പോൾ നമ്മളിത് ഒരു അവിയലും സാമ്പാറും വെച്ചു, ഇത്രയുള്ളൂ. അപ്പം ഞാൻ ഏകദേശം മലക്കറിയെല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് അല്പം ഒരു 2 മിനിറ്റ് കൂടെ കിടന്ന് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കാം. നമ്മുടെ സാമ്പാർ ഈ പരുവത്തിലാണ്.
റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റൗ. അപ്പോൾ ഞാൻ അടുപ്പത്ത് കടായി വെച്ച് കൊടുത്തു. കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. നമ്മൾ സാമ്പാറിനൊന്ന് താളിച്ച് ഒഴിക്കാനാണ്. അപ്പം കടുക് നന്നായിട്ട് പൊട്ടണുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്ന മുളകും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സാമ്പാറാണ്. അത് എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഇവിടെ നല്ല കട്ടിക്കാണ് എടുക്കുന്നത്. ഇനി ഞാനൊരു ചെങ്ങന്നൂർ സാമ്പാറുമായിട്ട് അടുത്ത വീഡിയോയിൽ വരും ഞാൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.